പത്തരമാറ്റിലെ പുത്തൻ പ്രമോയിലേക്ക് ഇവർക്ക് സ്വാഗതം. അങ്ങനെ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയത്തെക്കുറിച്ച് നവ്യ സംസാരിക്കുമ്പം അഭി പറയുകയാണ്, അവർ രണ്ടിൻ്റെയും അവന്തികയുടെയും അനിയുടെയും നിശ്ചയം നടന്നു കഴിഞ്ഞാൽ, ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനും അമ്മയായിരിക്കും എന്ന് പറയാണ്. അപ്പം നവ്യ പറയുകയാണ്, അതെങ്ങനെ ശരിയാവും? നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കെതിരായിട്ടാണല്ലോ അവൾ നിൽക്കുന്നതെന്ന് നവ്യയാണെങ്കിൽ അഭിയോട് പറയണം. അപ്പം അഭി പറയാണ്, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, ചിലപ്പം ഒരു ബുദ്ധിയുള്ള പെങ്കൊച്ച് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയാണെങ്കിലോ, നീ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറയാണ്. അപ്പം നവ്യയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, അവന്തിക എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയാണെന്ന്. അതിനുശേഷം കാണിക്കുന്നത് നാഗേന്ദ്രൻ അവന്തികടുത്ത് പറയാണ്, നിൻ്റെയും അനിയുടെയും വിവാഹം കഴിഞ്ഞാൽ നിന്നെ വെച്ചുകൊണ്ട് ആ കുടുംബത്തിൽ എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് നാഗേന്ദ്രൻ പറയാണ്. അങ്ങനെ പല പല ഐഡിയകളും നാഗേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശനാണെങ്കിൽ നയനടുത്ത് സംസാരിക്കുകയാണ്. മോളും ആദർശും വിജയങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയ ശേഷം നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി ആ ശത്രുവിനെ നശിപ്പിക്കണം. അതിനുശേഷം രാജകീയമായിട്ട് ഈ കുടുംബത്തിലേക്ക് നിങ്ങളെ ആനയിക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. അതുപോലെ നമ്മുടെ നവ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അനിയത്തി ഈ വരുന്ന മത്സരത്തിൽ വിജയിക്കണേ, അതുപോലെ തന്നെ മൂർത്തി കുടുംബത്തിന് വിജയമുണ്ടാവണേ എന്നൊക്കെ. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണേ.